നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം, ജീവിതത്തിൽ നാം നേരിടുന്നതായ പ്രതികൂലതകളെ അതിജീവിക്കുവാൻ നമ്മൾ തന്നെ പ്രാപ്തരാകണം. അതാണ് കർത്താവ് ഉപദേശിച്ചത്. സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ രക്ഷയിലേക്ക് കടന്നു വന്ന നാൾ മുതൽ, ദൈവത്തെ അറിയാൻ തുടങ്ങിയ നാൾ മുതൽ നാം മരിക്കുന്നത് വരെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ, അനേക പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ പ്രാപ്തിയില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിശുക്കളെ പോലെ നമ്മൾ കരഞ്ഞു വിളിക്കുന്നതായ ചില സാഹചര്യങ്ങളെ കർത്താവ് കണ്ടുകൊണ്ട് പറയുകയാണ്, ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? കർത്താവിൽ വിശ്വസിക്കുന്നതായ ദൈവമക്കൾ, അവർ സ്വയമായി അവരുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളെ ശാസിക്കുവാനും അമർച്ച ചെയ്യുവാനും അഭ്യസിക്കണം. എപ്പോഴും ദൈവമേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നതല്ല. തീർച്ചയായിട്ടും നാം കഷ്ടത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാതെയും നമ്മൾ അപേക്ഷിക്കാതെയും തന്നെ ദൈവം അത് തിരിച്ചറിയുന്നു. നമ്മുടെ വഴികളെ കർത്താവ് അറിയുന്നു. അവൻ നമ്മുടെ വഴികളെ ശോധന ചെയ്യുന്നു. നമുക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളിൽ കൂടെ നാം ചോദിക്കാതെ തന്നെ നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അതിനെ അതിജീവിക്കുവാൻ നാം ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ച് യേശു കടന്നു വന്ന് നമുക്ക് സൗഖ്യം തരണം എന്നുള്ളത് മാത്രമല്ല, നാം തന്നെ സൗഖ്യമാകുവാൻ നമ്മൾ അഭ്യസിക്കണം. നാം തന്നെ പ്രതികൂലങ്ങളെ ശാസിക്കുവാൻ അഭ്യസിക്കണം. കർത്താവ് പല രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ അവരോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പോൾ നമുക്കാദ്യം ഒരു മനസ്സുണ്ടാകണം. ആ മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യമാണ് അതോടുകൂടെ വരുന്നത്. അതിനുശേഷം കർത്താവ് പറയുന്നത്, നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ സന്ദേശം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നാം ശിശുക്കളായി തുടർന്നാൽ ആത്മീക ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാൻ കഴിയാതെ പ്രതികൂലങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ തോറ്റുപോകുന്നതിനിടയായിത്തീരും. നമുക്ക് വളർച്ചയുണ്ടാകണം, വിശ്വാസത്തിൽ വളർച്ചയുണ്ടാകണം. നോക്കൂ, കർത്താവ് പറയുന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ എപ്പോഴും ഭീരുക്കളാണോ? ആരംഭത്തിൽ നിങ്ങൾ ഭീരുക്കളായിരുന്നു, നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ എന്നോടൊപ്പം വന്നതുകൊണ്ട് പല കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. വിശ്വാസത്താൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഇല്ലായ്മയിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് സ്വയം ജീവിക്കുവാനുള്ള കഴിവുകൾ നേടാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അനേക രോഗികളെ അവർ സ്വയമായി സൗഖ്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. കിടക്ക എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ നടന്ന് സൗഖ്യം പ്രാപിച്ചത് നിങ്ങൾ കണ്ടു. അനേക ബന്ധനങ്ങളെയും അനേക പൈശാചിക ഉപദ്രവങ്ങളെയും ശാസിക്കുവാൻ അധികാരം ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടു. എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവന് ഞാൻ ചെയ്യുന്നതിലും അധികമായി ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളെ പലപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ നിങ്ങൾക്കോ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എപ്പോഴും ശിശുക്കളെ പോലെ എന്നെ ഉറുമ്പ് കടിച്ചു, അല്ലെങ്കിൽ ഇന്നത് ഉപദ്രവിച്ചു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ടീച്ചറിനോട് എന്താ പറയുക? സാറേ, ഇവൻ എന്നെ പിച്ചി, അല്ലെങ്കിൽ ഇവൻ എന്നെ അടിച്ചു, ഇവൻ എന്നെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഇവൻ എന്നെ പാഴിപ്പിച്ച് കാണിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്നാൽ വളർന്നു കഴിയുമ്പോൾ അതിനെയൊക്കെ നേരിടുവാൻ നാം പ്രാപ്തിയുള്ളവരാകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളും എല്ലാ പ്രതികൂലങ്ങളും അടിക്കടി വന്നുകൊണ്ടിരിക്കും. നാം അവർ കർത്താവിൻ്റെ ശിഷ്യന്മാർ മുഖ്യന്മാരായതുകൊണ്ട് കാറ്റിനെയും കടലിനെയും അവർക്ക് ശാസിക്കാമെന്നുള്ളതായ ഒരു ധാരണ കർത്താവ് അവിടെ ഇല്ലാതെയാക്കുകയാണ്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചില വിശ്വാസത്തിൻ്റെ നാവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ചില കൊടുങ്കാറ്റുകൾ അടങ്ങുകയുള്ളൂ
ഇല്ലായെങ്കിൽ ആ കൊടുങ്കാറ്റ് നമ്മെ വിഴുങ്ങിക്കളയും എന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു. എല്ലാ കൊടുങ്കാറ്റും ഒരുപോലെ അല്ല, എല്ലാ പ്രതികൂലങ്ങളും ഒരുപോലെ അല്ല. ചില ശക്തമായ പരീക്ഷകളുടെ മധ്യത്തിൽ നമ്മൾ സ്വയം പ്രാപ്തിയുള്ളവരല്ലെങ്കിൽ നമ്മൾ അവിടെ പട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ രക്ഷിക്കണം എന്നുള്ളതായ ഒരു ആശയം തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ രക്ഷിക്കുന്നുണ്ടെങ്കിലും നാം സ്വയമായി ജീവിക്കുവാനും അഭ്യസിക്കുവാനും പ്രാപ്തിയായിട്ടില്ല എങ്കിൽ നമ്മൾ ശത്രുക്കളുടെ കയ്യിൽ വീണുപോകും, പരീക്ഷയിൽ വീണുപോകും, പ്രതികൂലങ്ങളിൽ തകർന്നു പോകും. നമുക്ക് ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ട്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ യാത്ര നമുക്ക് വളരെ ബുദ്ധിമുട്ടുന്നതിനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ ലോകത്തിൽ നിന്നും സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർ, തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർ, അവർ സ്വയം പ്രാപ്തിയുള്ളവരായിത്തീരണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, അവസാന നാളുകളിലെ പല വാക്കുകളിലും കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഇന്ന് വരെയും നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, പക്ഷെങ്കിൽ ഇന്ന് മുതൽ അപേക്ഷിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് തരും. യേശുവിൻ്റെ നാമത്തെ നാം എങ്ങനെ ഉപയോഗിക്കണം? അതൊരു ശക്തിയേറിയ ഒരു നാമമാണ്, ഒരു ശക്തിയേറിയതായ ഒരു ഇന്ധനത്തിൻ്റെ ഒരു സ്രോതസ്സാണ്. ആ സ്രോതസ് നമ്മളിലേക്ക് വരുമ്പോൾ നാം ജ്വാലകളായി മാറുന്നതിന് അത് കാരണമാക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ നാം എരിഞ്ഞ് ശോഭിക്കുന്ന ഒരേയൊരു ദീപം പോലെ അനേകർക്ക് വെളിച്ചം പകരുന്നതായ ഒരു ദീപമായി നാം മാറണം. അതാണ് ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ശിശുക്കളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളർച്ച നേടി എപ്പോഴും ഞങ്ങൾ നശിച്ചു പോകുന്നുള്ളതായ ഒരു ഭാഷ വിട്ടിട്ട്, ആ ഒരു ആശയം വിട്ടിട്ട് നശിക്കുമാറാക്കുന്നവരെ നമുക്കെങ്ങനെ രക്ഷിക്കുവാൻ കഴിയും? നമ്മോടുകൂടെയുള്ളവരെയും നമ്മളെയും എങ്ങനെ താങ്ങുവാൻ കഴിയും? എങ്ങനെ സംരക്ഷിക്കുവാൻ കഴിയും? എങ്ങനെ അല്ലെങ്കിൽ ഒരു ജീവനിലേക്ക് വഴി നടത്തുവാൻ കഴിയും എന്നുള്ളതായ ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് വളർച്ചയുള്ളവരായിത്തീരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. അനേകം പ്രാവശ്യം കഷ്ടതകൾ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ, രോഗശയ്യയിലാകുമ്പോൾ, അനേക പ്രതികൂലങ്ങളെ കാണുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, നീ വീണ്ടും വീണ്ടും ഒരു ഭീരുമായി തുടരുന്നത് എന്ത്? ഇന്ന് നിനക്കൊരു ശക്തി ഉണ്ടാകണം. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആ ശക്തിയിനാൽ നിനക്ക് ശക്തിമാനാണെന്നുള്ളതായ, ദൈവത്തിലുള്ള ആശ്രയത്താൽ നീ ശക്തിമാനാണെന്നുള്ളതായ ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ എനിക്ക് സകലതും സാധിക്കും എന്നുള്ളതായ ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ, നാം അറിയാത്ത ഒരു ശക്തിയുടെ പാതയിലേക്ക് ദൈവം നമ്മെ നടത്തും. ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയുകയില്ല, ആർക്കും നമ്മെ താളടിയാക്കുവാൻ കഴിയുകയില്ല. പ്രതികൂലങ്ങൾ വരട്ടെ, അനേക രോഗങ്ങൾ വരട്ടെ, അനേക വേദനകൾ വരട്ടെ, അനേക കഷ്ടങ്ങൾ നമ്മെ നേരിടട്ടെ, അതിനെ അതിജീവിക്കുവാൻ സ്വയം പ്രാപ്തി നാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് പ്രാപിക്കുന്നുവെങ്കിൽ നമ്മളെ തോൽപ്പിക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയില്ല. ഗോഡ് ബ്ലെസ് യു.